കരുവന്നൂരിലെ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസും മുൻ MP ആയ PK ബിജുവും ഇന്ന് ഇഡിക്ക് മുന്നിൽ കൊച്ചിയിൽ ഹാജരാകും. കൊച്ചി ഓഫീസിൽ ഹാജരാക്കാൻ അവർക്ക് നേരത്തെ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് ഇപ്പോൾ CPIM. ഇന്ന് തൃശൂർ ജില്ലയിൽ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും CPIM സംഘടിപ്പിക്കും. ശ്രീകാന്ത് ED നടപടിയെക്കുറിച്ച് സംസാരിക്കാൻ കൊച്ചിയിൽ നിന്ന് ചേരും. അതുപോലെ പ്രതിഷേധത്തെക്കുറിച്ച് പറയാൻ സൂരജ് സജിയും തൃശ്ശൂരിൽ നിന്ന് ചേരുകയാണ്. ആദ്യം ശ്രീകാന്തിലേക്ക്. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് മോർണിംഗ് ടു സൂരജ് സജി. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സജീവമായി നിൽക്കുമ്പോഴും EDയുടെ അന്വേഷണം തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നു. ശ്രീകാന്ത്, EDയുടെ നീക്കങ്ങൾ എന്താണെന്നാണ് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത്? വെരി ഗുഡ് മോർണിംഗ് SKN. ഈ കഴിഞ്ഞ ദിവസം MM വർഗീസിൻ്റെയും PK ബിജുവിൻ്റെയും ഷാജൻ്റെയും ചോദ്യം ചെയ്യൽ ഒരു തവണ കഴിഞ്ഞിരുന്നു. ഇന്ന് അവരോട് വീണ്ടും ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ചോദിച്ചതുമായി ബന്ധപ്പെട്ട ആ വിശദാംശങ്ങൾ അത് ക്രോഡീകരിച്ച് ഒപ്പം തന്നെ തുടർ പരിശോധനകൾ നടത്തി ശേഷം ഇന്ന് വീണ്ടും അവരിൽ നിന്നും വിവരം ശേഖരിക്കുക എന്നുള്ളതാണ് EDയുടെ ഇന്നത്തെ നടപടി. അതിൻ്റെ ഭാഗമായാണ് എത്താൻ അറിയിച്ചിട്ടുള്ളത്. ഇവർ 3 പേരും ഹാജരാകും എന്നുള്ളതാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ED മുൻപാകെ. ഏതാണ്ട് ഒരു 10 മണിയോടുകൂടി ഇവർ എത്തിച്ചേരുകയും ചെയ്യും. നിലവിലിപ്പോൾ തെരഞ്ഞെടുപ്പ് സമയമാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്തിനിടയ്ക്കാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലും കടുത്ത നടപടികളും ഇപ്പോൾ ഈ പുരോഗമിക്കുകയും ചെയ്യുന്നത്. നിലവിൽ ED ചൂണ്ടിക്കാണിക്കുന്ന കാര്യം CPIMന്റെ ആ ബാങ്ക് അക്കൗണ്ട്, ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്നത്. CPIMുമായി ബന്ധപ്പെട്ട് 5 ബാങ്ക് അക്കൗണ്ടുകൾ, അത് ഈ KYC ഇല്ലാത്ത 5 ബാങ്ക് അക്കൗണ്ടുകൾ സഹകരണ ബാങ്കുകളിൽ ഉണ്ടായിരുന്നു. അത് കരുവന്നൂരുമായി ബന്ധപ്പെട്ട പണം, തട്ടിച്ചെടുത്ത പണം ഈ അക്കൗണ്ടുകളിൽ വന്നിരുന്നു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിൻ്റെ തെളിവുകൾ തങ്ങളുടെ കൈവശമുണ്ട് എന്ന് അവർ പറയുകയും ചെയ്യുന്നു. അതിന് മറുപടി പറയേണ്ടത് ഈ പറഞ്ഞ നേതാക്കളാണ്. കാരണം ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച അന്വേഷണ കമ്മീഷന്റെ തലപ്പത്തുണ്ടായിരുന്നത് PK ബിജുവും ഷാജനുമൊക്കെയായിരുന്നു. ഒപ്പം MM വർഗീസ് ജില്ലാ സെക്രട്ടറിയുമാണ്. കാത്തിരുന്ന് കാണാം എന്താണ് അവർ നൽകാൻ പോകുന്ന മറുപടി എന്നുള്ളത്. ED എന്ത് തുടർ നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. കാരണം അവർ ഈ ചോദ്യം ചെയ്യുന്ന സൂരജ് സജി നമുക്കൊപ്പം ചേരുന്നു. സൂരജ് സജി, LDFന്റെ പ്രതിഷേധ പരിപാടികൾ തൃശ്ശൂർ ജില്ലയിൽ മാത്രം ഒതുക്കുമോ? എന്താണ് അവരുടെ നീക്കം? SKN, ഈ കരുവന്നൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചയായതോടുകൂടിയാണ് ഈ പ്രതിരോധത്തിന് CPM ഇറങ്ങുന്നത്. ഇന്നലെ ഈ ആദായ നികുതി വകുപ്പിന്റെയും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും എല്ലാം നടപടിക്കെതിരെ നിയമപോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് CPM തന്നെ വ്യക്തമാക്കിയതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ പാർട്ടി പ്രവർത്തകരെ തന്നെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രതിരോധത്തിലേക്ക് പോകുന്നത്. ഇന്ന് CPMന്റെ ലോക്കൽ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ LDF ലോക്കൽ കമ്മിറ്റികളും കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ജില്ലയിൽ ഉടനീളം ഈ ലോക്കൽ അടിസ്ഥാനത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റു പ്രദേശം, അതായത് വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ഇതിനെതിരെ ഈ ആദായ നികുതി വകുപ്പിന്റെയും അതുപോലെ തുടങ്ങിയുള്ള കേന്ദ്ര ഏജൻസികളുടെ നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വരുന്ന ദിവസങ്ങളിലും ഈ നിയമപോരാട്ടത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിരിക്കുന്നു. അതായത് ഈ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനൊപ്പം പിൻവലിച്ച തുക പോലും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞത് അസാധാരണ നടപടിയാണ്. അതുകൊണ്ട് തന്നെ നിയമപരമായും അല്ലാതെയുമുള്ള പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് CPM ഈ ഘട്ടത്തിൽ കാണുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ കരുവന്നൂർ വിഷയം ചർച്ചയാകാതിരിക്കുന്നതിന് വേണ്ടി നിക്ഷേപകരുടെ അടക്കം തുകകൾ ഏകദേശം, അതായത് ഒരു പരിധി വരെ 1 ലക്ഷം വരെയുള്ള നിക്ഷേപങ്ങൾ മടക്കി നൽകിയിരുന്നു. അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ഈ കരുവന്നൂർ ചർച്ചയാകാതിരിക്കുന്ന സമയത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ആദായ നികുതി വകുപ്പിന്റെയും എല്ലാം രംഗപ്രവേശനം. അത് വലിയ ചർച്ചയാകുന്നു. തൊട്ടു പിന്നാലെ ഈ 15-ാം തീയതി പ്രധാനമന്ത്രി വരാനിരിക്കുന്നു. അങ്ങനെ ഈ വിഷയം മുഖ്യ ചർച്ചയായതോടുകൂടിയാണ് പാർട്ടി പ്രവർത്തകരെ അണിനിരത്തിയുള്ള പ്രതിരോധത്തിലേക്ക് CPM പോയത്. എന്തായാലും ഇന്ന് ലോക്കൽ കമ്മിറ്റി തലങ്ങളിലാണ് LDFന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് ഇപ്പോൾ പോകുന്നത്. ഓക്കെ, താങ്ക് യു സൂരജ് സജി.